വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. 2024-25 സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. നമ്മളത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ അടുത്തു, ഡേറ്റൊക്കെ വന്നു അല്ലേ, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒക്ടോബർ 12-നാണ് ആദ്യത്തെ എക്സാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 ഡേയ്സ് പ്ലാൻ ഇടാനുള്ള സമയമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് അല്ലേ. അപ്പോൾ ടോപ്പിക്കൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, പ്രിൻ്റ് എടുത്ത് വെക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എക്സാം നിങ്ങൾക്കറിയാം, കട്ട് ഓഫൊക്കെ വളരെ ഹൈ ആയിരുന്നു, എക്സാം എളുപ്പമായിരുന്നു, അതുപോലെ തന്നെ കട്ട് ഓഫും കൂടുതലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് കുറവാണല്ലോ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ കൂടുതൽ ഡാറ്റ പറയാറുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അധികം ഉണ്ടാവാൻ പറ്റാൻ ഒരുപാട് ലെങ്തി ആവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 530 എണ്ണം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 531ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് 1000 ക്വസ്റ്റ്യൻസ് തീർക്കാം. ഈ 1000 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടും കേട്ടോ, കറക്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ. ആൻ അലവൻസ് 531ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അലവൻസ് മെയ്ഡ് ബൈ ഹോൾസെയിലർ ടു റീറ്റെയിലർ ഓഫ് ദ കാറ്റലോഗ് പ്രൈസ്. അതായത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഇതാണ് അലവൻസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാഷ് ഡിസ്കൗണ്ട് ആണോ, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണോ, റിബേറ്റ് ആണോ, ട്രേഡ് ഡിസ്കൗണ്ട് ആണോ? അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് എന്ത് അലവൻസ് ആർക്ക് കൊടുക്കുന്നത്, ഹോൾസെയിലർ റീറ്റെയിലർ. അവിടെ കസ്റ്റമർ ഫൈനൽ കൺസ്യൂമറുടെ കാര്യമല്ല പറയുന്നത്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് കാറ്റലോഗ് പ്രൈസ് നിന്ന് കുറച്ച് കൊടുക്കുന്നതാണ് എന്ത് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് D ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ്? ഈ ടേം സ്പെസിഫിക്കലി റിഫേഴ്സ് ടു പ്രൈസ് റിഡക്ഷൻ ഗിവൺ ടു മെമ്പർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ചെയിനിലെ ഒരു അംഗത്തിനാണ് കൊടുക്കുന്നത്. അതായത് ഒന്നുകിൽ ഹോൾസെയിലർക്ക് കിട്ടാം, അല്ലെങ്കിൽ റീറ്റെയിലർക്ക് കിട്ടാം. അത് ഫൈനൽ കൺസ്യൂമറിനാവണം എന്നില്ല. അപ്പോൾ ഫൈനൽ കൺസ്യൂമറിന് കിട്ടുമ്പോൾ അവർക്കത് വളരെ വില കുറഞ്ഞ രീതിയിലാവും അല്ലേ. അപ്പോൾ കാറ്റലോഗ് പ്രൈസ് ഒന്നും കുറച്ച് കൊടുക്കുന്നത് ആർക്കാണ്? ഒന്നുകിൽ ഹോൾസെയിലർക്കായിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിലർക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് കാറ്റലോഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഒരു സ്റ്റാൻഡേർഡ് റീറ്റെയിൽ പ്രൈസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ ദ മാനുഫാക്ചറുടെയോ അല്ലെങ്കിൽ ഹോൾസെയിലറിലെ കാറ്റലോഗിൽ സ്റ്റാൻഡേർഡ് അവർ ഫിക്സ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റീറ്റെയിൽ പ്രൈസിനെയാണ് കാറ്റലോഗ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻസെൻറ്റീവാണ്, റീറ്റെയിലറെ സംബന്ധിച്ച് ഇതൊരു ഇൻസെൻറ്റീവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. കാരണം അവർക്കത് കുറച്ച് കിട്ടുകയാണല്ലോ. അപ്പോൾ ദ ട്രേഡ് ഡിസ്കൗണ്ട് അലൗസ് റീറ്റെയിലേഴ്സ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓൺ ദ ഗുഡ്സ് ദേ സെൽ ടു എൻഡ് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവർക്കൊരു ലാഭം കിട്ടുകയാണ്. വൈൽ ഓൾസോ കവറിങ് ദെയർ ഓൺ അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അത് അവർ എന്തായാലും സൂക്ഷിച്ച് വെക്കാനും അതുപോലെ ഡെലിവറി ചെയ്ത് കസ്റ്റമറുടെ അടുത്ത് എത്താനും ഒക്കെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലേക്ക് അവർക്കത് കവർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു ചെറിയൊരു ഇൻസെൻറ്റീവാണെന്ന് പറയാം. അത് സെയിൽസിനെ തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യുമെന്നും പറയാം കേട്ടോ. അത് പിന്നെ സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് എന്ത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 532ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബാലൻസ് എമൗണ്ട് ആഫ്റ്റർ റിട്ടേൺ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് വിൽ അപ്പിയർ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ്. ഏത് ഹെഡിലാണ് വരിക? അതായത് ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത് ബാലൻസ്. അതായത് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് കാണിച്ചിട്ടുള്ളത് എവിടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പോയിൻ്റ് കിട്ടണം. ഓക്കെ, ആ കിട്ടുമ്പോൾ നമുക്കത് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഓപ്ഷനിലുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇത്രയും 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാലൻസ് എമൗണ്ട് റിമൈനിങ് ആഫ്റ്റർ റിട്ടേൺ ഓഫ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പർട്ടിക്കുലർലി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്. അതായത് ഒരു നെറ്റ് ലോസ് അവിടെ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്, അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡെബിറ്റ് ബാലൻസ്. അവിടെ ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. സോ അതൊരു നെറ്റ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ വിൽ അപ്പിയർ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതുകൊണ്ടാണ് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നതുമുണ്ട്. അത് കാണിക്കേണ്ട ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ ഹെഡിലാണ് അത് വരിക. ഓക്കെ, അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഹെഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. അണ്ടർ ദ ഹെഡിങ് ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റിലാണ് ഇത് വരിക. എന്ത് ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ലോസ് കാണിക്കുക കേട്ടോ, നെറ്റ് ലോസ് കാണിക്കും. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് അസറ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസസ്. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഓവർ ടൈം, അതായത് സമയങ്ങളിൽ
പ്രിലിമിനറി എക്സ്പെൻസ് പ്രാരംഭ ചെലവുകളാണ്. പ്രാരംഭ ചെലവുകൾ റിട്ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. റിമൈനിങ് ബാലൻസ് ആഫ്റ്റർ ഈച്ച് ഇയർ, ഓരോ വർഷവും അതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും, റൈറ്റ് ഓഫ് ചെയ്യും. ഈസ് ലിസ്റ്റഡ് ഓൺ ദ അസറ്റ് സൈഡ് അൺടിൽ ദ അക്കൗണ്ട് ഈസ് ഫുള്ളി അമോർട്ടൈസ്ഡ് ആവുന്നത് വരെ അവരെന്ത് ചെയ്യും, അത് റിട്ടേൺ ഓഫ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് എ നെറ്റ് ലോസ് ഫോർ ദ അക്കൗണ്ടിങ് പീരിയഡ് ആണ്. സെർട്ടൻ ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട്, അതായത് പ്രിലിമിനറി എക്സ്പെൻസസ്, ലാർജ് ഫോർമേഷൻ കോസ്റ്റ്, ഇതൊക്കെ ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. ബിക്കോസ് ദേ ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് റവന്യൂ നൽകുന്നില്ല നമുക്ക്. പക്ഷേ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് നെസസറി ആണ് താനും. ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം പ്രാരംഭ ചെലവില്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഫോർമേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ആ തുടക്ക ചെലവുകളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഡയറക്റ്റ് റവന്യൂ കിട്ടിയിട്ടുമില്ല, ഇനി കിട്ടാനും പോകണില്ല. പക്ഷേ അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് നെസസറിയാണ്. ദീസ് കോസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഓവർ സെവറൽ ഇയേഴ്സ് കൊണ്ട് അവർ ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുക കേട്ടോ. ദീസ് കോസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഓവർ സെവറൽ ഇയേഴ്സ് ബൈ ചാർജിങ് ഒരു പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു പോർഷനിൽ ചാർജ് ചെയ്യും. ഓക്കെ. ഇത് ബാലൻസ് ഷീറ്റിലെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോർഷൻ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ യെറ്റ് റിട്ടേൺ ഓഫ് ഈ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസീവ്സ് ഇറ്റ് ചാർജ് ഫ്രം ദ റൈറ്റ് ഓഫ് റിമൈനിങ് ബാലൻസ് ഓഫ് ദ ഫിക്റ്റീഷ്യസ് അസറ്റ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡിക്രീസസ്. പിന്നെ അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ. കാരണം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് ആൾക്കാരെ അറിയണം. അല്ലാതെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾക്ക് മാത്രം 4 ആൾക്ക് അറിഞ്ഞുകൊണ്ട് ഇത് കച്ചവടം ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹെവി അഡ്വർടൈസ്മെൻറ്റ് അവിടെ നെസസറിയാണ്. അതുകൊണ്ട് തന്നെ സ്പെൻഡിങ് എ ലാർജ് എമൗണ്ട് ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ അഡ്വർടൈസിംഗ് വിൽ അട്രാക്ട് കസ്റ്റമേഴ്സ് ഫോർ പിന്നെ ഒരു വർഷത്തേക്കൊന്നുമല്ല ഒരു പരസ്യം, ഒരുപാട് വർഷം ഓടും. ട്രെൻഡ് മാറുന്ന വരെ. ഇപ്പോൾ പിന്നെ ട്രെൻഡുകൾ മാറുന്നു. പണ്ടത്തെ നമ്മുടെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള പരസ്യങ്ങളൊക്കെ ഒരുപാട് കാലം ഓടിയവരായിരിക്കും. ഇപ്പോഴാണ് പിന്നെയും പെട്ടെന്ന് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെവറൽ ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എക്സ്പെൻസസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസ്, അതുമായി ബന്ധപ്പെട്ട് ഓരോ മാർക്കറ്റിലും റിസർച്ച് നടത്തണം അല്ലേ. ഓരോ 2000-ലുള്ള പ്രോഡക്റ്റ് അല്ല ഒരു 2020 ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടാവുക. 2020 അതിലത്തെ പ്രൊഡക്റ്റ് ആവില്ല 2030 ആകുമ്പോഴേക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിസർച്ച് ആവശ്യമാണ്, ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അതിനുള്ള കോസ്റ്റും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു എക്സ്റ്റെൻഡഡ് പീരിയഡിലേക്കാണ് അത് ബെനഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാർട്ടപ്പ് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇനീഷ്യലായിട്ടുള്ള എക്സ്പെൻസസ് ഇൻകേർഡ് വെൻ സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ ബിസിനസ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലവുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ ഹെഡിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഡെഫേർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് എന്ത് ഇവിടെ ഉത്തരം. ദ ബാലൻസ് എമൗണ്ട് ആഫ്റ്റർ റിട്ടേൺ ഓഫ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ അപ്പിയർ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് കൂടി ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതിലത്തെ പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എന്താണ് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് റിമൈനിങ് ആഫ്റ്റർ റിട്ടേൺ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ബാലൻസ് ഉള്ള എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ബാലൻസ് ആണ്, നെറ്റ് ലോസ് ആയിട്ടാണ് കണക്കാക്കുക. അത് അസറ്റ് സൈഡിലെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഏത് ഹെഡിലാണ്? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന ഹെഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡെബിറ്റ് ബാലൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു നെറ്റ് ലോസ് ആണ്. അക്കൗണ്ടിങ് പീരീഡിൽ നെറ്റ് ലോസ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കണം. ഹെവി അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഒക്കെ എന്താണ്? ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റാണ്. പെയ്ഡ് ഇൻ ദ കറണ്ട് പീരിയഡിൽ കൊടുത്തു, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാട് കാലം മൾട്ടിപ്പിൾ ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരിയഡ്സിൽ നിലനിൽക്കുന്നതാണ് കേട്ടോ. സോ ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഒരു ലാർജ് അഡ്വർടൈസിങ് ക്യാമ്പയിനിങ് എന്തിൻ്റെ എക്സാമ്പിളാണ്? അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രിലിമിനറി സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് വൈസിന് എന്താണെന്ന് പറയാം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസ് പെർസെൻറ്റേജ് വൈസിൽ എന്ത് പേരിലാണ് അറിയപ്പെടുക എന്നാണ് കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് വൈസിൽ അറിയപ്പെടുന്നത് ട്രെൻഡ് അനാലിസിസ് ആണോ, കോമൺ സൈസ് ആണോ, കമ്പാരറ്റീവ് ആണോ, ഇൻറ്റേർണൽ അനാലിസിസ് ആണോ? എല്ലാം അനാലിസിസ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പെർസെൻറ്റേജ് വൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടണം. പെർസെൻറ്റേജ് വൈസ് കാണിക്കുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ പെർസെൻറ്റേജ്. കമ്പാരറ്റീവ് കോമൺ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പാരറ്റീവ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ
കമ്പാരിസൺ നടക്കുകയാണ്. അപ്പം 2 വർഷങ്ങളിലെയോ 3 വർഷങ്ങളിലോ ഉള്ള ഡാറ്റകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഓണത്തിന് എത്ര കച്ചവടം ഉണ്ടായി, അല്ലെങ്കിൽ അപ്പോൾ അതാണ് അവരുടെ അവർക്കൊരു ടാർഗറ്റ് ഫിക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് അവർ നോക്കുന്നത് ബാക്കിലെ ഇയറിൽ എന്ത് സംഭവിച്ചു, അതിൻ്റെ മുന്നത്തെ ബാക്കിലെ ഇയറിൽ ട്രെൻഡ് എങ്ങനെയായിരുന്നു, ഏത് സമയത്താണ് പീക്ക് ഉള്ളത്, സെയിൽ പീക്കായത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രെൻഡ് അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് വൈസ് അതാണ് നോക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എങ്ങനെയാണ്, പെർസെൻറ്റേജ് വൈസ് എന്ന ഒരു വേർഡ് എന്തായാലും കണക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തോന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണെന്ന്. അപ്പോൾ ഇതിവിടെ പെർസെൻറ്റേജ് വൈസിലുള്ളത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ട്രെൻഡ് അനാലിസിസ് പ്രത്യേകിച്ചൊന്നുമില്ല. ട്രെൻഡ് അനാലിസിസ് ഒരു പ്രോസസ്സാണ് അല്ലേ. ഹിസ്റ്റോറിക്കൽ കഴിഞ്ഞു പോയ ഡാറ്റയെക്കുറിച്ച് പഠിക്കുന്ന ഇവരുടെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഫ്യൂച്ചറിൽ എന്തുണ്ടാവും അതിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ ആൾക്കാർക്കാണെങ്കിലും അത് വളരെ അനിവാര്യമാണ് അല്ലേ. നമുക്ക് സെയിൽ പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഓണമാണ്, അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. അപ്പോൾ അതേപോലെ തന്നെ ഓരോ സമയത്തുമുള്ള മാർക്കറ്റിൻ്റെ ഒരു ഹൃദയമിടിപ്പ് അറിഞ്ഞ് വേണം അവരത് നോക്കാൻ. അതാണ് ട്രെൻഡ് അനാലിസിസ്. ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, അതുപോലെ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ മാർക്കറ്റ് മൂവ്മെൻറ്റ്. ഈ സാധനം ഇത് മൂവ് ആകുമോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റും. ആൻഡ് സ്പോട്ട് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതുമൂലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ട്രെൻഡ് അനാലിസിസ് നടത്തുന്നത് മൂലം കേട്ടോ. അപ്പോൾ അതാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രെൻഡ് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പേരുമുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, വെർട്ടിക്കൽ അനാലിസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഓൾസോ കാൾഡ് വെർട്ടിക്കൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് ടെക്നിക്കാണെന്ന് അറിയാം. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഈച്ച് ലൈൻ ഐറ്റം ഓഫ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, രണ്ടൊന്നും എടുക്കാം. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പേഴ്സൻറ്റേജ് ബേസ്ഡ് ആയിട്ടാണ്. പേഴ്സൻറ്റേജ് ഓഫ് എ ബേസ് ഫിഗർ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ആ പേഴ്സൻറ്റേജ് ബേസിലാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അപ്പോൾ ഇതുപോലെയായിരിക്കും അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതാ ഗ്രോസ് മാർജിൻ കണ്ടില്ലേ, പേഴ്സൻറ്റേജ് കണ്ടില്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും റവന്യൂവിൻ്റെ പേഴ്സൻറ്റേജ്, ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് ഉണ്ടാവും. ഇനി കമ്പാരറ്റീവ് ആണെങ്കിൽ, കമ്പാരറ്റീവ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ 2 വർഷം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 2020 20 21 ഏത് വർഷമാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രസൻറ്റ് വർഷവും അതുപോലെ മുമ്പത്തെ വർഷമൊക്കെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ നിന്നും. ഈവൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണെങ്കിലും അവരുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് അറിയാനുള്ള ഡാറ്റകൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അല്ലേ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നെറ്റ് സെയിൽസ് റവന്യൂ ഏതാണ് ബേസ് ഫിഗറായിട്ട് എടുക്കേണ്ടതെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റാണോ ബേസ് ഫിഗറായിട്ട് എടുക്കേണ്ടത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണോ ബേസ് ഫിഗർ എടുക്കേണ്ടത് നോക്കണം. പിന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് കാണുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ അനാലിസിസ് ആണ് നടത്തി നോക്കിയത്. ഇത് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്. ഇതുവരെ നോക്കിയത് നമ്മൾ അനാലിസിസ് ആണ്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ബിസിനസ്സിന് വേണ്ട ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ് ആണ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ് എന്ന് നമ്മൾക്ക് എക്സാമിന് കാണാം. അപ്പോൾ അത് കണ്ടാലാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എഴുതുക കേട്ടോ. ഓക്കെ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പെർസെൻറ്റേജ് വൈസിൽ കാണുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ വാക്കുണ്ടാവും, ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ്. ടൈപ്പിക്കലി മൾട്ടിപ്പിൾ ഇയേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സും ആവാം കേട്ടോ. അങ്ങനെയുണ്ടാവും. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയും പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ ദ പർപ്പസ് എന്താണ്, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റയാണ്. അലോവിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, അതായത് ഷെയർ ഹോൾഡേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ അവരുടെ ട്രെൻഡ് അനാലിസ് ചെയ്യാനും പെർഫോമൻസ് അസസ് ചെയ്യാനും, അതായത് ഡിസിഷൻസിന് ഹെൽപ്ഫുൾ ആവാൻ, അത്രയേ ഉള്ളൂ. മോസ്റ്റ് കോമൺ ടൈപ്പാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ.
ഓക്കെ. പിന്നെ ഇൻറ്റേർണൽ അനാലിസിസ് ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് തന്നെയാണ് പേഴ്സൺ, അതായത് അനാലിസിസ് ഈസ് ഡൺ എ പേഴ്സൺ ഹു ഹാസ് ആക്സസ് ടു ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അല്ലെങ്കിൽ ഈ ഫേമിലെ എല്ലാ ഇൻഫോർമേഷൻസും ആക്സസ് ചെയ്യാവുന്ന ഒരാൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. അതാണ് ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊക്കെയായിരുന്നു 4 ഓപ്ഷൻസ്? 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രെൻഡ് അനാലിസിസ് കോമൺ സൈസ് ആകുമ്പോൾ പെർസെൻറ്റേജ് വൈസ് ആയിരിക്കും. കമ്പാരിറ്റീവ് അനാലിസിസ് ആകുമ്പോൾ ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ് ആയിരിക്കും. അത് ക്വാർട്ടേഴ്സ് ആവാം അല്ലെങ്കിൽ പീരിയഡ്സ് ആയിരിക്കാം. പിന്നെ ഇൻറ്റേർണൽ അനാലിസിസ് എന്ന് വെച്ചാൽ ആ പേഴ്സൺസിന് ബുക്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. അതാണ് ഇൻറ്റേർണൽ അനാലിസിസ്, ഉള്ളിലുള്ള അനാലിസിസ് നടത്തുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ ക്ലോസിങ് ഡൗൺ എ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി. അതായത് ഒരു ചിലവ്, ആ ചിലവ് ഇൻകർ ചെയ്യുന്നത് ഇൻകർ ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസിങ് ഡൗൺ ചെയ്തതിന് ശേഷം അത് ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാരിയബിൾ കോസ്റ്റ് ആണോ, സെമി വാരിയബിൾ കോസ്റ്റ് ആണോ, ഫിക്സഡ് കോസ്റ്റ് ആണോ, ഡിപ്രീസിയേഷൻ ആണോ, എന്താണെന്നാണ് ചോദിച്ചത്. അതായത് ചില കോസ്റ്റുകൾ നമുക്ക് ക്ലോസിങ് ഡൗൺ, അത് ഈ ഒരു ബിസിനസ് ക്ലോസിങ് ഡൗൺ ചെയ്താൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ചില കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാവുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ് കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ഥാപനം അടച്ചു കൂട്ടിയാലും നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഏതൊക്കെ ചിലവുകളാണ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ, അതായത് ക്ലോസിങ് ഡൗണിന് ശേഷം, അത് കണ്ടിന്യൂ ഈവൻ ഡ്യൂറിങ് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷവും കണ്ടിന്യൂ ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റുകളാണ്. അതായത് റെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി ടാക്സസ് ഒക്കെ. റെൻറ്റ് ചിലപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാവും, അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. ചില കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും, ലാൻഡ് ലോഡിന് പേയ്മെൻറ്റ് നടക്കാണ്ട് അല്ലെങ്കിൽ സപ്ലൈസിന് ബാക്കി കൊടുക്കാനുണ്ട്, അതൊക്കെ കൊടുക്കണം. അപ്പോൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്, ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് മാത്രമല്ല, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഉള്ള ഒരെണ്ണമാണ് സിവിയറൻസ് പേ എന്ന് പറയും. അതായത് സിവിയറൻസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഷട്ട് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ള ബാധ്യത സ്ഥാപനത്തിലെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിയറൻസ് പേയും ഈ പറഞ്ഞ പോലെ ഇത് ക്ലോസിങ് ഡൗൺ ചെയ്താലും കൊടുക്കേണ്ട ചാർജുകളാണ് ഫിക്സഡ് കോസ്റ്റ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ കോസ്റ്റ്, സിവിയറൻസ് പേ, അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. പിന്നെ വാരിയബിൾ കോസ്റ്റ് അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന വല്ല ഡിപ്പാർട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചിലവുകളൊന്നും വേണ്ട. വാരിയബിൾ കോസ്റ്റ് വേണ്ട എന്ന് പറയുന്നത് കാരണം വാരിയബിൾ കോസ്റ്റ് ഈ ഒരു ലേബറൊക്കെ വേണ്ടിയിട്ട്, ലേബർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ അത് അവിടെ നടക്കുന്നില്ലല്ലോ, പ്രോസസ്സ് അവിടെ ഇല്ലല്ലോ, കാരണം ഷട്ട് ഡൗൺ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് വേണം. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ അത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. റെൻ്റ് ഉണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റിൽ റെൻ്റ് ആ സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നത് വരെയുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ അടയ്ക്കണം, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടെങ്കിൽ അടയ്ക്കണം, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്തെങ്കിലും പേയ്മെൻറ്റോ തേർഡ് പാർട്ടിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം, ലാൻഡ് ലോഡിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, സപ്ലയേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കണം, സിവിയറൻസ് പേ കൊടുക്കണം. സിവിയറൻസ് പേ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ബാക്കി കൊടുക്കാനുണ്ടാവും. പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ടെർമിനേറ്റ് ചെയ്തു അവർ തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അടച്ചു പൂട്ടുന്നത് കാരണം ടെർമിനേഷൻ നടന്നെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അസറ്റ് റിട്ടയർമെൻറ്റ്, അതായത് അസറ്റ് എന്തായാലും ഡിസ്മാൻഡിൽ ചെയ്യാൻ പോവുകയാണ്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും അതിന് മുന്നേ അതിനെ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു ചാർജസ് ഉണ്ടായിരിക്കും, അതും കൊടുക്കണം. എന്നാൽ ഈ വേണ്ടാത്ത കാര്യമാണ് വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് കൊടുക്കണ്ട, കാരണം അത് ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പം വാരിയബിൾ കോസ്റ്റും നാച്ചുറലി ഇല്ല. അതുകൊണ്ട് റോ മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും എനർജിയും ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട. വാരിയബിൾ കോസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. വാരിയബിൾ കോസ്റ്റ് കൊടുക്കേണ്ടതില്ല. മറ്റത് ഷട്ട് ഡൗൺ ചെയ്താലും കൊടുക്കേണ്ട ചിലവുകളാണ്. എന്തൊക്കെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വേറെ എന്തൊക്കെയായിരുന്നു, സിവിയറൻസ് പേ ഉണ്ട്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. സിവിയറൻസ് പേ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കാനുള്ള തുക കേട്ടോ. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം, അതൊക്കെ ഈ ഫിക്സഡ് കോസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റേഷ്യോ അനാലിസിസ് ഏർണിംഗ് പവർ എന്താണ്? ഏർണിംഗ് പവർ ഈസ് ദ റേഷ്യോ ഓഫ്. റേഷ്യോ അനാലിസിസിൽ ഏർണിംഗ് പവർ എന്തുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ആൻഡ് സെയിൽസ് ഉണ്ട്, സെയിൽസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, സെയിൽസ് ആൻഡ് ടോട്ടൽ അസറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസും ആൻഡ് ടോട്ടൽ അസറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ ഒരു കമ്പനിയുടെ ഏർണിംഗ് പവർ അതായത്
നമ്മൾ BEP റേഷ്യോ എന്ന് പറയും. അത് ബേസിക് ഏർണിംഗ് പവർ റേഷ്യോനെയാണ് ഈ BEP റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് BEP അല്ല, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏർണിംഗ് പവറാണ്. അപ്പോൾ ഏർണിംഗ് പവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിംഗ് പവർ ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ആൻഡ് ടോട്ടൽ അസറ്റാണ്. ഓക്കെ, എന്താണ് ഏർണിംഗ് പവർ ഈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ്, അതായത് ടാക്സസിനും ടോട്ടൽ, അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റാണ് അതിൻ്റെ ഈ ഏർണിംഗ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അതാണ് ഈ ഏർണിംഗ് പവർ എന്ന് പറഞ്ഞാൽ. ഏർണിംഗ് പവർ എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ഒരു ദിസ് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു ജനറേറ്റ് profit relative to its total assets, indicating how efficiently it utilizes its asset to produce earnings. അതായത് ഈ റേഷ്യോ മെഷർ ചെയ്യുന്നത് കമ്പനിയുടെ എബിലിറ്റിയാണ് ജനറേറ്റ് ചെയ്യാൻ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റി അല്ലേ, അതിൻ്റെ ടോട്ടൽ അസറ്റ്സ് റിലേറ്റ് ചെയ്തിട്ട് അത് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് അതിൻ്റെ അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് ഏർണിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് അതിൻ്റെ അസറ്റ്സിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഏർണിംഗ് പവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏർണിംഗ് പവർ റേഷ്യോ കാണുന്ന ഫോർമുലയാണ് പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. അതേപോലെയുള്ള ഒരു റേഷ്യോ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏർണിംഗ് പവർ റേഷ്യോ ആണ്. അത് നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ആൻഡ് ടോട്ടൽ അസറ്റ്. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ അത് തന്നെയാണ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് തന്നെയാണ്. ഓക്കെ, ഈ ഏർണിംഗ് പവർ പോലെ തന്നെ റേഷ്യോ അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു റേഷ്യോ ആണ് എന്ത്? ബേസിക് ഏർണിംഗ് പവർ റേഷ്യോ. അതാണ് BEP റേഷ്യോ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് BEPയിൽ നിന്ന് കേട്ടോ. അപ്പോൾ BEP റേഷ്യോ വിച്ച് ഈസ് ദ റേഷ്യോ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആണ്. ഏർണിങ്സ്, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ടു ടോട്ടൽ അസറ്റ് ആണ് അവിടെ. അതാണ്, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100. അതാണ് ഈ ഒരു BEP റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എന്താണ്? ഒരു കമ്പനി എങ്ങനെ അവരുടെ എൻറ്റയർ അസറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ജനറേറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി അതിൻ്റെ എൻറ്റയർ അസറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു വിത്തൗട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്ത്? ദ ഇമ്പാക്റ്റ് ഓഫ് ഡെറ്റ് ഓർ ടാക്സസ്. അതിനെയൊന്നും കൺസിഡർ ചെയ്യാതെയാണ് അവർ ഈ ഒരു അസസ്മെൻറ്റ് നടത്തുന്നത് കേട്ടോ. ഈ റേഷ്യോ വെച്ചിട്ടുള്ള അസസ്മെൻ്റാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏർണിംഗ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏർണിംഗ് പവർ റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. നമ്മുടെ BEP റേഷ്യോ ആണെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ് കേട്ടോ. ഓക്കെ, റേഷ്യോ ആകുമ്പോൾ നമ്മൾ ഇൻറ്റു 100 കൂടി ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 536ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, 536 ഡെറ്റ് സെർവിങ് കപ്പാസിറ്റി ഓഫ് എ ഫേം. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ല എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയാലും നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. പല തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക, അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ 2024 അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങളെല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡെറ്റ് സെർവിങ് കപ്പാസിറ്റി ഓഫ് എ ഫേം അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് ഒരു ഡെറ്റ് സെർവിങ് കപ്പാസിറ്റി ഒരു ഫേമിന് ഉണ്ടായിരിക്കണമല്ലോ, അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അതിനെ ഏത് റേഷ്യോ യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണോ, ക്വിക്ക് റേഷ്യോ ആണോ, ലിക്വിഡിറ്റി റേഷ്യോ ആണോ, ഡെറ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അറിയാം. ക്വിക്കും ലിക്വിഡൊക്കെ അറിയാവുന്നവർക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് ഡെറ്റ് സെർവിങ് കപ്പാസിറ്റി ചോദിച്ചിട്ടുള്ളത്. ഡെറ്റ് സെർവിങ് കപ്പാസിറ്റിയായി ബന്ധപ്പെട്ടതുള്ളത് ഏതാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഡെറ്റ് സെർവിങ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിലി അസസ് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ബ്രോഡർ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്നും കൂടി പേരുണ്ട്. ആസ് ദീസ് ഡയറക്റ്റ്ലി മെഷർ ചെയ്യുന്നത് കമ്പനിയുടെ എബിലിറ്റി ടു ജനറേറ്റ് ഇനഫ് ഇൻകം, അവരുടെ ഡെറ്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഇനഫ് ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? അതാണല്ലോ, അതുണ്ടെങ്കിലല്ലേ ഒരു കമ്പനിക്ക് ഡെറ്റ് സർവീസിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
എന്നാൽ ലിക്വിഡിറ്റി റേഷ്യോസും ക്വിക്ക് റേഷ്യോസും ഒക്കെ എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോസും ക്വിക്ക് റേഷ്യോസും ഒക്കെ ഷോർട്ട് ടേം എബിലിറ്റി, അവരുടെ ഇമ്മീഡിയറ്റ് ഡെപ്റ്റ് പെട്ടെന്ന് അടയ്ക്കാനുള്ള ഷോർട്ട് ടേം എബിലിറ്റി ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത് കേട്ടോ. ഡെറ്റ് ടു ക്യാപിറ്റൽ റേഷ്യോ ആണ് അടുത്ത ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് നോക്കുന്നത് എന്താണ്? അവരുടെ ഓവറോൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡെറ്റ് സർവീസിങ് കപ്പാസിറ്റിയാണ്, അതുകൊണ്ട് അത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ക്വിക്കും ലിക്വിഡും നോക്കുന്നത് ഷോർട്ട് ടേം ലയബിലിറ്റി ആണ്. ഡെറ്റ് ടു ക്യാപിറ്റൽ നോക്കുന്നത് അവരുടെ ഓവറോൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 137ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് അക്കൗണ്ട്സ് റിസീവബിൾ ഈസ് ബീയിങ് കളക്റ്റഡ്. അതായത് അക്കൗണ്ട്സ് റിസീവബിൾ കളക്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, എത്ര പെട്ടെന്ന് കിട്ടുന്നു എന്നതിനെ മെഷർ ചെയ്യുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന റേഷ്യോ എന്താണെന്നാണ്. അത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ ആണോ, ഇൻവെൻറ്ററി ടേൺ ഓവർ ആണോ, ലിക്വിഡിറ്റി റേഷ്യോ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അക്കൗണ്ട്സ് റിസീവബിൾ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് കേട്ടോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ ആണല്ലോ, കാരണം അക്കൗണ്ട്സ് റിസീവബിൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് മണി, അവർക്ക് എത്ര കിട്ടാനുണ്ട്, അല്ലെങ്കിൽ കമ്പനി ഈസ് ഓവർഡ് ബൈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റിന് കൊടുത്തതാണ്, എത്ര കിട്ടാനുണ്ട്, പക്ഷെ കിട്ടും, പക്ഷേ ഇപ്പോൾ കിട്ടിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അസറ്റ് ആയിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുണ്ട്. എക്സ്പെക്റ്റഡ് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോ ആവും എന്ന് അവർക്കറിയാം, വിത്തിൻ മേ ബി 1 ഇയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് എന്ത്, ഈ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെഷർ ചെയ്യുന്നതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞത്. അതിന് അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും പറയും കേട്ടോ. ഈ റേഷ്യോ മെഷർ ചെയ്യുന്നത് എന്താണ്? എത്ര ക്വിക്ക്ലി, ഹൗ ക്വിക്ക്ലി എ കമ്പനി കളക്ട്സ് പേയ്മെൻറ്റ്സ് ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റ്, എത്ര പെട്ടെന്ന് അത് കമ്പനി കളക്ട് ചെയ്യുന്നു, അതിൽ അവരുടെ എഫിഷ്യൻസി നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഇൻവെൻറ്ററി ടേൺ ഓവറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മെഷർ ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ്. അവരുടെ ഗ്രോസ് പ്രോഫിറ്റും ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസും തമ്മിലുള്ള കമ്പയർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നോക്കുന്നത്. ഇൻവെൻറ്ററി ടേൺ ഓവർ ആണെങ്കിൽ ഹൗ ഓഫൺ എ കമ്പനി, എത്ര നാളെടുത്താണ് സെൽസ് ആൻഡ് റീപ്ലേസ് ഇറ്റ്സ്, അവൻ്റെ ഇൻവെൻറ്ററി നീക്കം ചെയ്യുന്നത്, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കമ്പനി സെല്ല് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു, ഇറ്റ്സ് ഇൻവെൻറ്ററി ഇൻഡിക്കേറ്റിംഗ് അവരുടെ എഫിഷ്യൻസി. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ അവരുടെ ഇൻവെൻറ്ററിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ്, അല്ലാതെ അക്കൗണ്ട്സ് റിസീവബിൾ അവിടെ ബന്ധമില്ല. ലിക്വിഡിറ്റി റേഷ്യോ അറിയുന്നതാണ്. ലിക്വിഡിറ്റി റേഷ്യോയും കമ്പനിയുടെ എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് അവരുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് തീർക്കാനുള്ള കമ്പനിയുടെ എബിലിറ്റി എത്രത്തോളമാണ് എന്നളക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്, ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി, അത് എത്ര കോൺസ്റ്റൻ്റ് ആണ് ആനുവൽ ക്യാഷ് ഫ്ലോ, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഓൺ എ പ്രൊജക്റ്റ് നമുക്ക് എത്ര പിരിച്ചു പിടിക്കാം. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് നമ്മൾ ഒരു വണ്ടി വാങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കുണ്ടാവും ഇത് 3 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട്. നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ കുറേ ലോങ് ടൈം ഇട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ, അത് എത്ര കൊല്ലം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ ഇറക്കിയ പണം, ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ നമുക്ക് എത്ര ടൈം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. അങ്ങനെ നമുക്കൊരു അസസ്മെൻ്റ് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു അസസ്മെൻ്റ് ഉണ്ടാവണം, അപ്പോഴാണ് അത് പ്രോഫിറ്റബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് കേട്ടോ. ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പേ ബാക്ക് പീരിയഡ് ഉണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പറയുന്നതാണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് ഈ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് കേട്ടോ. ക്വസ്റ്റ്യൻസൊക്കെ ഈ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പേ ബാക്ക് പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ടൈം ഇറ്റ് ടേക്സ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ മുടക്കിയ തുക എന്ന് റിക്കവർ, അല്ലെ ഇങ്ങനെ എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും,
അതിനുള്ളൊരു മെട്രിക്കാണത് കേട്ടോ. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വയബിലിറ്റിയും അതുപോലെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനും പ്രിഡിക്റ്റ് ചെയ്യാനും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മളൊരു ഒരു സംഭവം നമ്മൾ മുടക്കുന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ കോസ്റ്റ് എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചിട്ടുള്ള റേഷ്യോ ആണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത് അപ്രൈസൽ ടെക്നിക്ക്. ഇതും അതെ, അപ്രൈസലും ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്രൈസൽ ടെക്നിക് ഡസ് നോട്ട് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ എത്ര റിക്വയർഡ്, അതായത് ലഭിക്കാൻ പോകുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ട് എന്തില്ല, ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത അപ്രൈസൽ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണോ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതുമയുള്ള ഭാഗമായിരിക്കാം, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പേ ബാക്ക് പീരിയഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് പഠിക്കാം. അതായത് അതൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഈ ഓൾ ക്യാഷ് ഫ്ലോസ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും അവിടെ കൺസിഡർ ചെയ്യുന്നത് സീറോ ആയിട്ടാണ്. അതായത് സീറോ ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പെക്റ്റ് ഒരു ഗ്രോത്ത് പിന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നും പ്രത്യേകിച്ച് ഒരു റിക്വയർമെൻറ്റും വെക്കുന്നില്ല. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് സീറോ എന്നുള്ള ഒരു ക്യാഷ് ഫ്ലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് വെക്കുന്നത്. അങ്ങനെയുള്ള അപ്രൈസൽ ടെക്നിക്കിനെയാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുക. ഇതൊരു കീ മെട്രിക്കാണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ജനറലി ഒരു ഹയർ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ മോർ ഡിസൈബിൾ പ്രൊജക്റ്റാണ്, അത്രത്തോളം അത് സക്സസ്ഫുൾ ആവും എന്നാണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു എക്സീഡ് കമ്പനിയുടെ റിക്വയർമെൻറ്റ് അത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 540ാമത്തെ ക്വസ്റ്റ്യനാണ്. 540 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 540ാമത്തെ ക്വസ്റ്റ്യനാണ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്ത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദ റേഷ്യോ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസിന്, അത് നമുക്ക് നാച്ചുറലി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആണോ, മാർജിനൽ കോസ്റ്റ് ആണോ, പി വി റേഷ്യോ ആണോ, പ്രൈം കോസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ളതാണ് എന്ത്, പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ പി വി റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. റേഷ്യോ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസിനെയാണ് എന്ത് പറയുക, പി വി റേഷ്യോ എന്ന് പറയുക. പി വി റേഷ്യോയുടെ ഫുൾ ഫോം എന്താണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഹൗ മച്ച് ഓഫ് ഈച്ച് സെയിൽ കോൺട്രിബ്യൂട്ട് ടു കവറിങ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് അവരുടെ ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഓരോ സെയിലും എന്നാണ്. അതായത് ജനറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിക്സഡ് കോസ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെയിലും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് അസസ് ചെയ്യാനാണ് പി വി റേഷ്യോ ഉപയോഗിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് റവന്യൂ റിമൈനിങ് ആഫ്റ്റർ, അതായത് വാരിയബിൾ കോസ്റ്റും സെയിൽസും കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ. അതാണ് പി വി റേഷ്യോ കാണാനുള്ളത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആണ്. ബ്രേക്ക് ഇവൺ പോയിൻ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു പോയിൻ്റ്. ഓക്കെ, അതാണ് ദിസ് ഇസ് ദ സെയിൽസ് ലെവൽ അറ്റ് വിച്ച് എ കമ്പനീസ് ടോട്ടൽ റവന്യൂ കവർ ചെയ്യുന്നു ടോട്ടൽ കോസ്റ്റുമായിട്ട്, റിസൾട്ടിങ് ഇൻ ഐദർ പ്രോഫിറ്റ് നോർ ലോസ് ആണ്. മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ അറിയാം, അഡീഷണൽ കോസ്റ്റ് ആണ്. ഒരു കൂടുതൽ യൂണിറ്റ്, ഇപ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 101ാമത്തെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് വരും. ആ അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, പിന്നെ പ്രൈം കോസ്റ്റ് ആണ്. ഇത് യൂഷ്വലി റിഫേഴ്സ് ടു സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും കൂടിയിട്ടുള്ള സമ്മിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അത് പ്രൊഡക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, കോൺട്രിബ്യൂഷനും സെയിൽസുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്